ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ചിക്കൻ പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്ക് അലുമിനിയം പാത്രത്തിലായാലും ഇത് തയ്യാറാക്കി എടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പപ്സിലേക്കുള്ള ഷീറ്റ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നേരം നമുക്കതോട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം മാവ് ഒന്ന് പരത്തിയെടുക്കണം. മാവ് പരത്തിയിട്ട് അതിലേക്ക് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടർ തേച്ച് എല്ലായിടത്തും നന്നായിട്ട് ബട്ടർ തേച്ചിട്ട് അത് 4ആയിട്ട് മടക്കി ഒരു ക്ലീൻ റാപ്പിൽ ഞാനത് പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ രാവിലെയാണ് ഈ ഷീറ്റ് തയ്യാറാക്കി എടുക്കണത്. വൈകിട്ട് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ സമയമുള്ളത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്കാണ് ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്കത് വീണ്ടും നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി അധികം സമയമില്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് വയ്ക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും അത് പുറത്തേക്ക് എടുക്കണം. 20 മിനിറ്റിന് കൂടുതൽ ഫ്രീസറിൽ വെക്കരുത്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കണത് കൊണ്ടാണ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. ഇനി 1 മണിക്കൂറിന് ശേഷം വീണ്ടും ഞാൻ ഈ മാവ് പുറത്തേക്ക് എടുത്ത് വീണ്ടും പരത്തി ഇതേപോലെ ഞാൻ ബട്ടർ തേച്ച് വീണ്ടും മടക്കി ഇതേമാതിരി ക്ലീൻ റാപ്പ് പൊതിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2-3 തവണ നമ്മൾ ഇതേപോലെ ചെയ്ത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടണ മാതിരി പപ്സ് ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ പൊടിഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ ഈ ഫ്രീസറിൽ വെക്കണ ഒരു 20 മിനിറ്റിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് അത് പരത്തി ഇതേമാതിരി തന്നെ ചെയ്ത് വീണ്ടും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് ഷീറ്റ് പരത്തി പപ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കണതുകൊണ്ട് 1 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുക്കണു. വീണ്ടും അതേപോലെ തന്നെ 2-3 തവണ ഇതേമാതിരി ബട്ടറൊക്കെ തേച്ച് മടക്കി നമുക്ക് ക്ലീൻ റാപ്പൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. സമയം കൊണ്ട് മസാല തയ്യാറാക്കി ചൂടാറി നമുക്ക് റെഡിയായി വയ്ക്കാം. അപ്പോൾ 4 മണിക്കപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് പരിപാടികളൊക്കെ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരുപാട് മുരിഞ്ഞൊന്നും പോകേണ്ട സവാളയൊന്നും. ഒരു പകുതിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതിന് ചേർത്ത് കൊടുക്കണത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണ്ടെങ്കിൽ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കൻ വേവിച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിച്ചി ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് കുറച്ച് വലിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള കൂട്ട് തയ്യാറായി. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഇവിടെ മാറ്റി വയ്ക്കുക. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് പരത്തി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം ഷീറ്റ് പപ്സിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഫില്ലിങ് വെച്ച് നമുക്ക് അത് മടക്കി കൊടുക്കാം. ഞാൻ 2 ഷേപ്പിലാണ് ഇത് മടക്കിയെടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് മടക്കിയെടുക്കാം. ഇനി എയർ ഫ്രയറിൽ ഇത് വെച്ചതിന് ശേഷം മുട്ടയുടെ മഞ്ഞക്കരി അടിച്ചതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്യുക. ഇനിയിപ്പോൾ എയർ ഫ്രയറിലല്ല വെക്കണമെങ്കിൽ ഒരു അലുമിനിയം പാത്രം നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ
ഇത് വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 185 ഡിഗ്രിയിലൊരു 15 മിനിറ്റ് നേരമാണ് വെക്കണത്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടിയും വെച്ച് കൊടുത്താൽ പപ്സ് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരും. ഇനിയിപ്പോൾ അലുമിനിയം പാത്രത്തിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ് നേരം ഒരു മീഡിയം ഹീറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇടയ്ക്കും തുറന്ന് നോക്കുക. അപ്പോൾ ചിക്കൻ പപ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ.